ഹലോ മൈ ഡിയർ ലവ്ലി വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ദുബായ് ഡയറീസ്. ഇത് ദുബായ് ഡോൾഫിനേറിയത്തിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഇത് ബേർഡ് ഷോയാണ്. അപ്പോൾ ഞാനന്ന് പറഞ്ഞ പോലെ ഒരു ബൗണ്ടറിക്കകത്ത് 3 സെക്ഷൻസ് ആയിട്ടാണ് ചിൽഡ്രൻ സിറ്റി, ബേർഡ് ഷോ ആൻഡ് ദുബായ് ഡോൾഫിനേറിയം. ഇത് ബേർഡ് ഷോയ്ക്ക് പോകുന്ന ഒരു എൻട്രൻസാണ്. ഇവിടെ കുറേ ടോയ്സ്, പിന്നെ ഒരു കഫറ്റേരിയ പോലെയുണ്ട്, പിന്നെ കുറച്ച് കൂടുതലും ടോയ്സാണ്. എനിക്ക് തോന്നുന്നു 30 or 40 ദിർഹമോ 50 ദിർഹമോ അങ്ങനെയാണെന്ന് തോന്നുന്നു പേയ്മെൻറ്റ് ഒരാൾക്ക്, ടിക്കറ്റ് ചാർജ്. ഇത് UAE തന്നെ ഏറ്റവും വലിയ ഈഗിൾ എന്നാണ് പറഞ്ഞത്. അത് കാണുമ്പോൾ നല്ല വലുതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പം സ്ക്രീനിൽ അത്ര വലുതായിട്ട് തോന്നുന്നില്ല, പക്ഷേ റിയലായിട്ട് കാണുമ്പോൾ നല്ല വലുതായിട്ട് തോന്നുന്നുണ്ട്. ഇതിനെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ അതൊക്കെ എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ട് നമ്മളാരും എടുത്തില്ല. പിന്നെ അത് സെയിം ഒരു കയ്യിലൊരു ഇത് വെച്ചിട്ടാണ് ഇടുന്നത്. അപ്പം അതായത് ഗ്ലൗ പോലെയുള്ള സാധനം ഇട്ടിട്ടാണ് ഇടുന്നത്. അപ്പം അതെല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും തോന്നുന്നു. പിന്നെ അവരിങ്ങനെ ഓരോ കുട്ടികളായിട്ട് ഓരോരോ ബേർഡിനെ വെച്ചിട്ട് ഓരോ ഷോ ചെയ്യാനായിട്ട് ഓരോ കുട്ടികളെ വിളിക്കാറുണ്ട്. ഇതിപ്പോൾ കുറേ കുട്ടികളെ വിളിച്ചത്. ഇതിനകത്തൂടെ ബേർഡിനെ പറഞ്ഞു പോകുന്നുണ്ട്. സാനിയുണ്ട്, സാനിയാണ് ഷർട്ട് ഇട്ടേക്കുന്നത്. ഇതൊക്കെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്തോ വലിയ സംഭവമായിട്ടാണ് പിള്ളേർ. ഇത് പാരറ്റ് സൈക്കിൾ ചവിട്ടാൻ പോകുന്നതാണ് കേട്ടോ, ഇപ്പോൾ കൊണ്ടുവരാൻ. പിന്നെ ഇത് ഡ്രോ ചെയ്യുന്നതാണ്, ബേർഡ് ഡ്രോ ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ഓരോ കുട്ടികളോട് ചോദിക്കും ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്, എന്നിട്ട് അങ്ങനെ അത് കറക്റ്റായിട്ട് പറയുന്ന ആളിനെ അതിൻ്റെ കൂടെ നിന്ന് എന്തോ ഫോട്ടോ എടുക്കാനോ അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ പറയുന്നുണ്ട്. ആരും കറക്റ്റായിട്ട് പറഞ്ഞത് തോന്നുന്നില്ല, പക്ഷെ നമുക്കത് ക്ലിയർ ആവത്തില്ല. ബേർഡ് ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതാണ്. പലരും പറഞ്ഞു ബട്ടർഫ്ലൈ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ റെയിൻബോ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെന്താണ് ബേർഡ് എന്താണ് വരച്ചതെന്ന് അവർ പിന്നെ പറഞ്ഞായിരുന്നു. എന്താണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇത് അത് എന്താണ് ബോൾസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ രണ്ട് ബേർഡ്സിനെ കൊണ്ടുവരും. എന്നിട്ട് ഓരോ ബേർഡിൻ്റെയും ഇങ്ങനെ അവരിങ്ങനെ ടീം നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് ഏത് ബേർഡിനാണ് വേണ്ടത്, അങ്ങനെ ആ ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങനെ കളിപ്പിക്കും. അപ്പോൾ കൂടുതൽ ബോൾസ് ഇടുന്ന ആരാണോ ആ ഒരു ബേർഡിൻ്റെ ടീം വിൻ ചെയ്തു എന്ന് പറയും. കഴിഞ്ഞു കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.